ഖുർആൻ മനുഷ്യർക്കുള്ളതാണ്, തുറന്ന പുസ്തകം, ആർക്കും വായിക്കാം, എപ്പോഴും വായിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാ വിഗ്രഹത്തെയും തകർത്ത് തരിപ്പണാക്കി. ഏറ്റവും വലിയ ഒരാളെ ബാക്കിയാക്കി. ഇല്ലാ കബീറൻ ലഹു, ഏറ്റവും വലിയ ബിംബത്തിനാണ് വെച്ചു. ഉത്സവം കഴിഞ്ഞു ജനങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഏതൊരു വിഗ്രഹത്തെയാണോ അവർ അവരുടെ ജീവനെ തന്നെ ഏൽപ്പിച്ചു പോയത്, ആ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട് കിടക്കുക. ജനങ്ങൾ പരസ്പരം ചോദിച്ചു, ആരാണപ്പാ നമ്മുടെ ദൈവങ്ങളോട് ഈ ക്രൂരത കാണിച്ചത്? ദൈവത്തോട് ക്രൂരതയോ? ദൈവത്തോട് മനുഷ്യൻ ക്രൂരത. ജുമാഅത്ത് പള്ളിയിൽ ബദരീങ്ങൾ വക ഭണ്ഡാരം. ഉദാഹരണം പറയാണ്, ജുമാഅത്ത് പള്ളിയിൽ, അത് പെരളത്തെ ജുമാഅത്ത് പള്ളിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ജുമാഅത്ത് പള്ളിയിൽ ബദരീങ്ങളെ വക ഭണ്ഡാരം. ഇപ്പൊ ബദരീങ്ങളെ വക എന്ന് പറഞ്ഞെന്തിനാ? ബദരീങ്ങൾ സംരക്ഷിക്കാനായിട്ട് പൈസ ഇടുന്ന ഭണ്ഡാരം. പെരളത്തെ മൂത്ത 2 കള്ളന്മാര് രാത്രി ആ ഭണ്ഡാരം മുക്കി, പാതിരാക്കി. സുബഹിക്ക് മുക്കിക്ക് ബാങ്ക് കൊടുക്കാൻ വന്നു. അല്ലാഹുവിന്റെ മോനെ, ബദരീങ്ങളെ വക ഭണ്ഡാരം കാണുന്നില്ലല്ലോ. ഖത്തീബിനെ വിളിച്ചു, ഖത്തീബ് ഭണ്ഡാരം കാണുന്നില്ല. ഖത്തീബ് സെക്രട്ടറി, പ്രസിഡന്റ് SIക്ക് 100 വിളിച്ചു. 100 പോലീസ്. എന്താണോ പാതിരാക്ക്? സാറേ, ബദരീങ്ങളെ വക ഭണ്ഡാരം കാണുന്നില്ല. ബദരീങ്ങളെ വക ഭണ്ഡാരം കാണുന്നില്ല. എവിടെ പോയി? ആരോ കട്ടു സാറേ, കക്കാൻ. ഇവിടെ നീ ഇന്നലെ രാത്രി ഇശാ കഴിഞ്ഞ് പോകുമ്പോ പൈസ ഇട്ടെന്തിനാ? നിന്റെ പുര കാക്കാൻ വേണ്ടിട്ടല്ലേ? നിന്റെ പുര നീ കാക്കാൻ ഏൽപ്പിച്ച ഭണ്ഡാരത്തിന് കള്ളം കട്ടുവന്നോ? നീ എന്ത് ബുദ്ധികളായി പറയുന്നത്? നീ എന്താ ചിന്തയില്ലാത്തവരെ ഉറക്കുന്നു വിളിച്ച് പിരാന്ന് പറയാ? അല്ല സാറേ, കട്ടുവന്ന്, കള്ളം കട്ടുവന്ന്, ഭണ്ഡാരം കട്ടുകൊണ്ടുപോയി. എടാ പ്രസിഡന്റേ, എന്നാ പിന്നെ ആ ബദരീങ്ങളോട് എനിക്ക് ചോദിച്ചാ പോരെ? നീ നിന്റെ പുര ഏൽപ്പിച്ചു ബദരീങ്ങളെ, ഇത്തിരി പോകുന്ന ഭണ്ഡാരം കട്ടുമ്പോ നീ എന്റെ അടുത്ത് വരിക, ചോദിക്കണ്ട ബദരീങ്ങളോട്? പ്രസിഡന്റ് എന്ത് ചെയ്യും? എന്തിനാ ചങ്ങായിമാരെ വെറുതെ നമ്മുടെ ബുദ്ധി ഇല്ലാണ്ടാക്കുന്നത്? എന്തിനാ മറച്ചു വെക്കുന്നത്? ആരെ സന്തോഷിപ്പിക്കാനാണ്? ആരുടെ കയ്യടി കിട്ടാനാണ്? ആരെ രസിപ്പിക്കാനാണ്? ഇവരാരും മരിച്ചാ വരൂല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനമധ്യത്തിലേക്ക് വന്നു. ജനങ്ങൾ ചോദിക്കാം, അൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം? ഇബ്രാഹിം, നീയാണോ നമ്മുടെ ദൈവത്തോട് ഈ അക്രമം കാണിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അവരോട്, മനുഷ്യരോട്, ബൽ ഫഅലഹു കബീറുഹും ഹാദാ, ബൽ ഫഅലഹു കബീറുഹും ഹാദാ. പക്ഷെ അത് ചെയ്തത് ഇതാ ഈ നിൽക്കുന്ന വലിയ വിഗ്രഹമായിരിക്കും. ഫസ്അലൂഹും, അവരോട് ചോദിച്ചു നോക്ക്, ഇൻ കാനൂ യന്തിഖൂൻ, അവർ സംസാരിക്കുമെങ്കിൽ. പ്രസിഡന്റ് SIയുടെ മുമ്പിൽ ഇത്രയും കൈവച്ചു. സാറേ, അത് വെറുതെ പറ്റിക്കാനുണ്ടാക്കിയ സാറേ, ചോദിച്ചു വിളിച്ചാ വിളിയൊന്നും കേൾക്കൂല. എന്നപ്പോ ഞാൻ അന്വേഷിച്ചോളാം അല്ലേ? ഇബ്രാഹിം പറഞ്ഞു, ചോദിച്ചോ വില്ലാനോട്. വില്ലാണ് നിൽക്കല്ലേ, ചെറിയതല്ലേ പൊട്ടിയിട്ടുള്ളൂ. ഖാലൂ, ഇബ്രാഹിമിന്റെ ജനത പറഞ്ഞു ഇബ്രാഹിമിനോട്, ഹേ ഇബ്രാഹിം, നിനക്കറിയില്ലേ അത് വെറും കല്ലുകളാണ്, സംസാരിക്കില്ല എന്ന്. ഇതാണ് ഖുർആൻ. ഇതിന് ബോംബും പീരങ്കി പൊട്ടിച്ചൊന്നുമില്ല. ഉള്ളത് മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന അധ്യാപനങ്ങളാണ്, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകൾ. അപ്പൊ ഇബ്രാഹിം ജനങ്ങൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഇബ്രാഹിം, നിനക്കറിയില്ല ഇബ്രാഹിമേ, ഇത് വെറും കല്ലുകളാണ്, സംസാരിക്കില്ലെന്ന്. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ഫലിമ തഅബുദ്, പിന്നെന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാലാ യസ്മഅ, കേൾക്കാത്തവരെ, വലാ യുബ്സിർ, കാണാത്തവരെ, വലാ യുഗ്നി അൻക ശൈആ, നിനക്കൊരു ഉപകാരവും ചെയ്യാത്തവരെ. ഉഫ്ഫിൽ ലക്കും, എന്ത് മോശമാണ് വിതരങ്ങളെ. ഫലിമ തഅബുദൂന, പിന്നെന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? മിൻ ദൂനില്ലാ, കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന അല്ലാഹുവിന് പുറമേ. നമുക്കിതേ ചോദിക്കാം.
എന്തിനാ മുസ്ലിമെ ജാറത്ത് പോയി കുത്തിയിരിക്കുന്നത്? എന്തിനാ ഉള്ളാടത്ത് പോയിട്ട് ഇത്തികാഫിരിക്കുന്നത്? എന്തിനാ ഉള്ളാടത്ത് പോയിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും വെറുതെ പാഴാക്കി കളയുന്നത്? യാത്രക്ക് പൈസ, അവിടെ കൊടുക്കാൻ പൈസ, അവിടുത്തെ ഉസ്താദിന് പൈസ, എത്ര പൈസ ചെലവാണ്. എടോ ആ ജാറം നിന്നെ കാണുന്നുണ്ടോ? ഇല്ലപ്പാ. കേൾക്കുന്നുണ്ടോ? ഇല്ലപ്പാ. നിനക്ക് ആ ജാറം എന്തെങ്കിലും ചെയ്യോ? അങ്ങനെയാ ഉസ്താദ്മാര് പറയുന്നത്, വേറൊന്നും അറിയില്ല. അങ്ങനെയാ പറയുന്നത്, കേൾക്കുന്നു. ഫലിമത്താണ്. പക്ഷെ അള്ളാഹു പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം. അവന് ഉറക്കമില്ല, അവന് വിശ്രമമില്ല, അവന് ഒരു പ്രയാസവുമില്ല. സദാസമയവും അവൻ ജാഗരൂകനായി അടിമകളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സ്വയം പറഞ്ഞ അല്ലാഹനെ വിട്ട് ഒന്നും കഴിയാത്തവരിലേക്ക് എന്തിനാ നിങ്ങൾ പോയത്? ചോദിച്ചോക്കെ അവരോട്, അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖ്. അടുത്ത ചോദ്യം, അല്ലാഹുക്ക് പുറമെ ആരെയെങ്കിലും നിങ്ങൾ കാണുന്നെങ്കിൽ, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു, നിങ്ങളാണോ അതിനെ മുളപ്പിച്ചത്? അം നഹ്നുസ് സാരിഊൻ, അതല്ല നാമാണോ മുളപ്പിച്ചത്? പറ. ജാറപൂജകര് പറ. സിയാറത്ത് ടൂർ സംഘടിപ്പിച്ച അവസാനം എല്ലാ ആത്മീയതയും കൊണ്ടുപോയി എറണാകുളത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ തള്ളുന്നവര് പറ. സിയാറത്ത് ടൂറിന്റെ നോട്ടീസ് കണ്ടില്ല നിങ്ങൾ? കണ്ടില്ല? ആചാരം മീചാരം മറ്റേച്ചാരം മീചാരം, ലാസ്റ്റ് എറണാകുളത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അവിടെ കാണാനല്ലോ തങ്ങളുണ്ടോ? വലിയുണ്ടോ? എന്തിനാ ജനങ്ങളെ പറ്റിക്കുന്നത്? അതാ മനസ്സിലാവാത്തത്.